സഹൃദയരായ കലാസ്നേഹികളെ, CMS LP സ്കൂൾ തോട്ടയ്ക്കാട് 178ാമത് വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കലാകാരന്മാരും കലാകാരികളും അധ്യാപകരും ചേർന്ന് അണിയിച്ചൊരുക്കിയ ലഘുനാടകം അടുത്ത ബെല്ലോട് കൂടി ആരംഭിക്കുന്നു. വേദിയിലേക്കുള്ള പ്രകാശ ദീപാലങ്കാരങ്ങൾ അണച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രചന സംവിധാനം ജോൺ ചാക്കോ, CMS LP സ്കൂൾ തോട്ടയ്ക്കാട്. അഭിനേതാക്കൾ നിയാൽ ജോൺസൺ, നോയൽ C ജെയ്മോൻ, ജെയ്ഡൻ പോൾ ജോബി, അഭിനവ് ഫിലിപ്പ്, ജോഹന്ന മറിയം ജോസ്, നവോമി സിസിലി രഞ്ജു, ജോവാന എൽസ ജോസ്, ലെൻ റേച്ചൽ ജോൺ, അബിഗേൽ ആൻ ജോൺ, അബിയ ബിജു, നിതിൻ ചാക്കോ. കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. ശബ്ദം നൽകിയവർ ശില്പ ജോൺ, അലീന ബിനു, സന്തോഷ് പുല്ലഴം, ജോൺ ചാക്കോ, നിയാൽ ജോൺസൺ, നോയൽ C ജെയ്മോൻ, അബിഗേൽ ആൻ ജോൺ, ലെൻ റേച്ചൽ, അലീന M കൊച്ചുമോൻ, അഹല്യ പ്രശാന്ത്. കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്. വസ്ത്രാലങ്കാരം അലീന ബിനു ആൻഡ് ശില്പ ജോൺ. സാങ്കേതിക സഹായം ശില്പ ജോൺ. ശബ്ദമിശ്രണം ബ്രൈറ്റ് മീഡിയ ഹബ് മീനടം. ഞങ്ങൾ അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു ചിലന്തികളുടെ ലോകം. എനിക്ക് കണക്കൊന്ന് പറഞ്ഞു തരുമോ പപ്പ? ഓ എടാ, എനിക്ക് സമയമില്ല. നീ നിന്റെ അമ്മയോടെങ്ങാനും ചോദിക്കാം. പപ്പ ഇത്ര നേരം റീൽസ് കാണുമായിരുന്നു, എന്നിട്ട് ഞാൻ കണക്ക് ചോദിച്ചപ്പോ സമയമില്ല. അമ്മേ എനിക്ക് കണക്കൊന്ന് പറഞ്ഞു തരുമോ? ഇല്ല എന്നെ ജസ്റ്റിൻ ടീച്ചർ വഴക്ക് പറയും. എടാ, ഈ ഹോംവർക്ക് സ്കൂളിൽ പോകാൻ നേരത്തല്ലേ ചെയ്യുന്നത്? നീ ഇന്നലെ എന്തെടുക്കുമായിരുന്നു? അമ്മയല്ലേ ഇന്നലെ പറഞ്ഞ നേരത്തെ കിടന്നു, രാവിലെ എല്ലാം പറഞ്ഞു തരാന്ന്. അയ്യോ, ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി എന്നെ മാഞ്ചിയം ഫ്രൈ. അമ്മയ്ക്കും നേരെയില്ല, പപ്പയ്ക്കും നേരെയില്ല, ആർക്കും നേരെയില്ല. സ്കൂളിൽ പോകാൻ സമയമായി. ഇന്നും ടീച്ചറിന്റെ വഴക്ക് കിട്ടും. എടാ, അതൊരു ഡ്യൂക്ക് അല്ലേ ഇരിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക്. ചേട്ടന്റെ ആണോ ബൈക്ക്? അതേലോ. എന്താ? എനിക്ക് ഈ ബൈക്ക് ഭയങ്കര ഇഷ്ടാ. എന്നാ വാ, നമുക്കൊന്ന് ചുറ്റി അടിക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് സ്കൂളിലെത്താൻ സമയമായി. എന്നാ ഞാൻ നിന്നെ സ്കൂളിലെത്തിക്കാം. ശരി. ഇന്നാ നിനക്കൊരു മിഠായി. താങ്ക് യു ചേട്ടാ. എന്നാ നാളെ കാണാം. ശരി.
ഡാ ജെറിനെ, വഴിയിൽ കാണുന്നവര് തരുന്ന മിഠായി ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ലേ? ഡാ ചേട്ടൻ അതൊരു സന്തോഷത്തിനായിട്ട് തന്നതാ. കണ്ടോ, വില കൂടിയ മിഠായി ഞാൻ തോന്നുന്നു. എന്തായാലും എനിക്ക് വേണ്ട ഈ മിഠായി, നീ വെച്ചോ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. എനിക്ക് വില കൂടിയ മിഠായി ഒന്നും കൊണ്ടുതരാൻ ആരുമില്ല. ജെറിനെ ബെല്ലടിച്ചു, വേഗം വാ, ക്ലാസ്സിൽ പോവാം. ഇന്നലെ ആ ചേട്ടൻ നിന്ന മിഠായിക്ക് എന്തൊരു സ്വാദായിരുന്നു. ഞാൻ നേരത്തെ കഴിച്ചിരുന്ന മിഠായിക്കൊന്നും ഇത്ര സ്വാദില്ലായിരുന്നല്ലോ. പപ്പയോട് ആ മിഠായി വാങ്ങിത്തരാൻ പറഞ്ഞാലോ? ഓ വേണ്ട, ഹോംവർക്ക് പറഞ്ഞുതരാൻ പറഞ്ഞപ്പം വഴക്ക് കിട്ടി. ഇനി മിഠായി ചോദിച്ചാൽ അടി കിട്ടും. വേണ്ട, ആ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്നലെ തന്ന മിഠായി ഒന്നുകൂടെ തരാമോ? നല്ല സ്വാദ്. അയ്യോ, മിഠായി തീർന്നല്ലോ. സാരമില്ല, നമുക്ക് വാങ്ങിക്കാം. പക്ഷേ നിന്റെ കയ്യിൽ പണം വല്ലതും ഉണ്ടോ? ആ, വീട്ടിൽ നിന്നും ആനിവേഴ്സറി ഫീസ് തന്ന 500 രൂപയുണ്ട്. ആ, തൽക്കാലം അതിങ്ങിതാ, മിഠായി തരാം. ചേട്ടാ, ഇന്ന് എനിക്ക് പണമില്ല, മിഠായി താ. പണം ഞാൻ നാളെ തരാം. പണമില്ലാതെ മിഠായില്ല. നീ എങ്ങനെയെങ്കിലും പണം കൊണ്ടുവാ. പോടാ, പോ പോ പോ. പണമില്ലാതെ മിഠായില്ല. നീ എങ്ങനെയെങ്കിലും പണം കൊണ്ടുവാ. പോടാ, പോ 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 പോ. അലോന കരയുന്നു. എന്തു പറ്റി അലോനെ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? സാർ, അലോന കരയുന്നു. എന്താ അലോന കരയുന്നത്? സാറേ, എന്റെ ബാഗിലിരുന്ന ബസിന്റെ ഫീസ് ആരോ മോഷ്ടിച്ചു. ഞാൻ ബാഗിൽ വെച്ചിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഇവിടെ എല്ലാം നോക്കിയിട്ടും കാണുന്നില്ല. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. മക്കളെ, നിങ്ങൾ ആരെങ്കിലും ആണോ പണം എടുത്തത്? ഞങ്ങളൊന്നും എടുത്തില്ല സാർ. ശരി, എല്ലാവരും ബാഗ് തരൂ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. സാർ, ഞാനാ പണം മോഷ്ടിച്ചത്. എന്തിനാ ജെറിന് ഇത്രയും പണം? കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കൂളിലേക്ക് ഇരുന്ന വഴി ഒരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ എനിക്ക് നല്ല സ്വാദുള്ളൊരു മിഠായി തന്നു. അത് വാങ്ങാനാണ് ഞാൻ പണം മോഷ്ടിച്ചത്. എന്നിട്ട് ആ മിഠായി കഴിച്ചിട്ട് നിനക്ക് എന്ത് തോന്നി? ചുറ്റുമുള്ളതെല്ലാം കറങ്ങുന്നതായി തോന്നി. ഞാൻ ആകാശത്ത് പറന്നു പോകുന്നു, സ്വർഗത്തിലെത്തിയതുപോലെ. മോനെ ജെറിനെ, കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ച ജോജുവിനെ നീ മറന്നില്ലല്ലോ. നീ പറഞ്ഞ സ്വർഗത്തിലേക്കാവും പോയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? പണത്തിനു വേണ്ടി സ്വന്തം അമ്മയെയും സഹോദരിയെയും ചുറ്റിയേക്കടിച്ചു കൊന്നു. ക്ലാസ്സിലെ, എന്തിന്, സ്കൂളിലെ തന്നെ ഒന്നാമനായിരുന്നു അവൻ. ഇപ്പോൾ അവൻ്റെ ജീവിതവും ജന്മം നൽകിയ അമ്മയും എല്ലാം നശിപ്പിച്ചില്ലേ? സാർ, ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. ലഹരിക്ക് വേണ്ടി ഞാൻ മോഷണം പോലും നടത്തി. എൻ്റെ മാതാപിതാക്കളെയും കൂട്ടുകാരെയും ഞാൻ ചതിച്ചു. ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം ആളുകളെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഞാൻ സഹായിക്കും. ജെറിൻ, ഒരു വലിയ അപകടത്തിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടത്. മക്കളെ,
നമ്മളെന്നും പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ധാരാളം വാർത്തകൾ കാണുന്നതല്ലേ. എത്ര പേരുടെ ജീവനുകളാണ് ലഹരി കവർന്നെടുക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഇത്തരം സാഹചര്യങ്ങളെ നേരിടണം. നിങ്ങളുടെ ലഹരി പഠനവും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളുമാകണം. പിന്നെ മാതാപിതാക്കളോട്, നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കണം. നിനക്കാരാകാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചതിന് ഒരു കുട്ടി നൽകിയ ഉത്തരം എൻ്റെ അമ്മയുടെ കയ്യിലെ മൊബൈൽ ഫോൺ ആകാനാണ് എന്നാണ്. സോഷ്യൽ മീഡിയ അവയുടെ അതിർവരമ്പുകൾ ലംഘിച്ച ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ കുട്ടികളെ ലഹരിക്ക് വിട്ടുകൊടുക്കരുത്. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ